സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. പക്ഷേ ഞാൻ പഴയ കണക്കല്ല എന്ന കാര്യം എനിക്കറിയാം. എന്നിരുന്നാലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പകുതി വഴിയിൽ ഇട്ടുകൂടാനൊന്നും പറ്റത്തില്ല. പക്ഷേ മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ നിന്നില്ലെങ്കിൽ നമ്മൾ എത്ര നേരം ഓടാൻ ശ്രമിച്ചാലും നമ്മൾ മുന്നോട്ട് പോകത്തില്ല. കാരണം നമ്മുടെ മൈൻഡാണ് എല്ലാത്തിനും വലുത്. ശരിക്കും പറഞ്ഞാൽ ദൈവം, കർമ്മ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നൊക്കെ ഉള്ളൊരു വലിയ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഇന്ന് ഞാനത് റിയലൈസ് ചെയ്തു. ഈ കർമ്മ, ദൈവം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, അങ്ങനൊരു സാധനമില്ല. പക്ഷേ ഒരു മനുഷ്യന് തന്നെ നമ്മുടെ ദൈവവും അസുരനും കർമ്മയും ഗുളികനും എല്ലാം ആകാൻ പറ്റും. നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുക്കും. ആ സ്ഥാനത്തിനനുസൃതമായിട്ട് ഓരോ ഗുളികനും ഓരോ അസുരനും ഓരോ ദൈവവും എല്ലാം ആ ഓരോരോ ആൾക്കാരിലും ഉണ്ട്. അത് നമ്മളിൽ നിന്നും അങ്ങോട്ടും അവരിൽ നിന്നും ഇങ്ങോട്ടും അതും ഒരേ ഇത് തന്നെയാണ്. പക്ഷെ അതിൽ ആരാണ് മുകളിൽ നിൽക്കുന്നതെന്ന് സമയം, കാലം തെളിയിക്കും. സോ നമ്മളെപ്പോഴും ഡിപ്പെൻഡഡ് ആണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ സെറ്റിലാക്കാൻ വേണ്ടി ഓടുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ കാര്യങ്ങൾ സെറ്റിലാക്കുക എന്നതിലുപരി ടൈം കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്കറിയില്ല ഇതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെ കൊണ്ടുവരുമെന്ന്. കാര്യങ്ങൾ സെറ്റിലാക്കാൻ നമുക്കൊരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടിയിരുന്നു. നമുക്കൊന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടി, ഒന്ന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി നമുക്കൊത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിരുന്ന കാലഘട്ടമാണ് ഈ കോവിഡിന് ശേഷം നടന്നു പോയത്. അപ്പം അങ്ങനെ വന്നിരുന്ന സമയത്ത് എത്ര പേര് ഈ പറയുന്ന ഈ കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നും ദൂരേക്ക് പോയി, സംസാരിക്കാൻ അറിയാതെ മാറിപ്പോയി എന്ന് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മുടെ ദേഷ്യത്തിൽ നമ്മൾ പറയുന്ന എല്ലാം ഒന്നും നമ്മൾക്ക് കിട്ടുന്നതൊന്നും ശരിയാവില്ല. പക്ഷെ നമ്മൾ പറയുമ്പോഴത്തേക്ക് എക്സ്ട്രീം പറയും. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് അസുരനും അല്ലെങ്കിൽ കാലനും അങ്ങനെ പലതും ആകി മാറാം. മനസ്സിലായല്ലേ? ആർക്കും ദൈവമോ കർമ്മയോ ഗുളികനോ ഒന്നും ചെയ്തില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഇവിടെ നാട്ടിലും ലോകത്തും ഒന്നും ചീത്ത കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. ഈ പറയുന്ന വെടിവെപ്പും യുദ്ധങ്ങളും ഒന്നും നടക്കില്ലല്ലോ ഈ ദൈവവും ഗുളികനൊക്കെ ഉണ്ടാക്കില്ല. അപ്പം ഇതൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സത്യമാണിത്. തെറ്റ് ചെയ്യിച്ചിട്ട് പിന്നെ നമ്മളെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനെല്ലാം കഴിവുള്ളവരാണ്, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവരാണ് ദൈവങ്ങൾ. അപ്പം സീരിയസ്ലി ദർ ഇസ് നോ കർമ്മ ഓർ നോ ഗോഡ്. പക്ഷേ മറ്റുള്ളവർ പറയുന്ന വാക്കുകളിലൂടെ നമുക്കതൊരു ട്രോമയിലൂടെ നമ്മുടെ തന്നെ നമുക്ക് നഷ്ടപ്പെടും. അതൊരു വലിയ വെപ്പണാണ്. നമ്മളെപ്പോഴും ബി ഓണസ്റ്റ്, ബി ഗുഡ്, എപ്പോഴും അവൈലബിൾ ആയിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ടൈമിന് വാല്യൂ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെപ്പോഴും ചിന്തിക്കുക അവരൊന്നും വിട്ടുപോകില്ല, അവരൊരിക്കലും വിട്ടുപോകില്ല, എന്നെ മനസ്സിലാവും. അങ്ങനെയൊന്നുമില്ല, ആർക്കും മനസ്സിലാവില്ല. എന്നെ ഒന്നും മനസ്സിലാകില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാകാം. അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സൺ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തിനും പുറകെ കൂടെ നിൽക്കുന്നൊരു പേഴ്സൺ ഉണ്ടെങ്കിൽ അയാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അയാളുടെ കേൾക്കാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കണം. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ എന്നെപ്പോലെ സംസാരിക്കാൻ പഠിക്കണം. ഒരാളൊരു വിശേഷം പറയുമ്പോൾ അതിന് എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നെങ്കിലും മിനിമം മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തന്നെ വേണം. ഇല്ലെങ്കിൽ എല്ലാം ഒരുമാതിരി പ്രഹസനങ്ങളും നഷ്ടങ്ങളും മാത്രമായി പറയും ജീവിതത്തിൽ. അതങ്ങനെയാണ്. കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ് വാല്യുബിൾ, അവരവരുടെ സമയം വാല്യുബിൾ ആണ്. ആ വാല്യൂ നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി അവരവരുടെ ടൈം തരുകയാണെങ്കിൽ
ഇന്നല്ലെങ്കിൽ നാളെ അവരത് പറഞ്ഞിരിക്കും. അവർക്കത് തോന്നിയിരിക്കും, എന്തിനാണ് ഞാൻ എനിക്ക് വാല്യൂ തരാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ വാല്യൂ കൊടുക്കുന്നതെന്ന് അവർക്ക് തോന്നി തുടങ്ങിയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ആ നഷ്ടങ്ങൾ ഭീകരമാണ്. നീ അങ്ങനെ ഒരാളാണെങ്കിൽ, നീ ഒരാളിൽ ഇത്രയും ഡിപ്പെൻഡഡ് ആണ്, അയാൾ ഒരിക്കലും നിന്നിൽ നിന്നും പോകില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വേണ്ടി സമയം കൊടുക്കാൻ പഠിക്കുക. അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ ആ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാതെ തന്നെ മ്യൂച്വലായിട്ട് ആദ്യമേ തന്നെ അവസാനിപ്പിക്കുക. കോംപ്ലിക്കേഷനിലോട്ട് പോകാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കാരണം ആ മുന്നിലുള്ള ആൾ ഒരിക്കലും നിങ്ങളുടെ ഒരു കെയർലെസ് ആയിട്ടുള്ളൊരു ഇതായിരിക്കില്ല ഇതാകുന്നത്. നിങ്ങൾ എന്താണോ കൊടുത്തിരുന്നത് അതിനെയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി എന്തൊക്കെ കൊടുത്താലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവർക്കുള്ള വാല്യൂ അത് നിങ്ങൾ കുറച്ച് കാണാതിരിക്കുക. നിങ്ങൾ കൊടുക്കണം. എങ്ങനെയാണത് മാനേജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ പഠിക്കണം. എനിക്കറിയില്ല, ഞാനത് അറിയാത്തതുകൊണ്ട് തോറ്റുപോയൊരു വ്യക്തിയാണ്. തോറ്റു തുന്നം പാടിയിട്ട് ഇപ്പം കണ്ടില്ല, എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല ആരുടെയും. ഞാൻ കുറേ ദിവസമായിട്ട് ഹൗസ് അറസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയില്ലേ, ആ അവസ്ഥയിലായിരുന്നു ഞാൻ. ഹൗസ് അറസ്റ്റ് ഞാനായിട്ട് ചട്ടക്കൂട്ടിയ ഒരു ഹൗസ് അറസ്റ്റിനകത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു. കാരണം എനിക്ക് വെളിയിലിറങ്ങാനോ എനിക്ക് ആരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ആരുമായിട്ടും ഇങ്ങനെ ഈവൻ ഞാൻ എൻ്റെ വർക്ക് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറിപ്പോയി. എനിക്ക് എൻ്റെ വർക്ക് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിപ്പോയി. ഞാൻ തിരിച്ചു വരാൻ ശ്രമിക്കുന്നത് ഇത് എന്താണോ എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ എനിക്ക് വീണ്ടും സംസാരിക്കാൻ പറ്റും, നോർമലാകാൻ പറ്റും എന്നുള്ളൊരു മൈൻഡിലൂടെയാണ് ഈ വീഡിയോ. ഞാൻ പറഞ്ഞില്ല, ഇതാരും ഞാൻ പറഞ്ഞില്ല എന്നൊന്നും, ഇതാരും കാണാനോ ആരെയും പ്രൂവ് ചെയ്യാനോ ഒന്നിനുമല്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്നുണ്ട്, ഞാനെന്ന് പറയുന്ന വ്യക്തി ലൈവാണ് എന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുകയാണ്. എൻ്റെ തെറ്റുകൾ, എനിക്കുണ്ടായ തെറ്റുകൾ, ഞാൻ ഒരുപാട് സീറോയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരുപാട് ഉയരത്തിലേക്ക് വിജയിച്ച് കയറി വന്നൊരു വ്യക്തിയാണ്. അന്ന് തെറ്റുകൾ മനസ്സിലാക്കിയിട്ട്, ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ആ തെറ്റുകളില്ലാതെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് അതിൽ നിന്ന് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. പക്ഷേ പിന്നീട് എപ്പോഴും എനിക്കെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങി. തെറ്റുകൾ കണ്ട് ആ തെറ്റുകളെ തിരുത്തിയതിലൂടെ എന്താ പറയുന്നത്, ക്ലിക്കായ ഒരു വ്യക്തി ഇന്ന് സ്വന്തം തെറ്റുകളാൽ നിക്കക്കള്ളിയില്ലാതെ ഓടുകയാണ്. സോ മെൻ്റലി ഐ ആം ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണ്. പക്ഷെ ഞാൻ തിരിച്ചു വരും, അത് 100% ഷുവറുള്ള കാര്യമാണ്. അപ്പം സീ യു, ബൈ ബൈ.